സംഘികൾ ഭരിക്കുന്ന ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണേ. ക്ഷേത്ര ഉത്സവത്തിനൊക്കെ കൂട്ടയടികളാണ് നിരന്തരമായി കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ ക്ഷേത്രത്തിൻ്റെ അവകാശവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഉത്സവത്തിനിടെ കൂട്ടയടി കൂടുന്ന സംഘികളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് എരിഞ്ഞപ്പാലത്തെ കൊയ്യേരി ക്ഷേത്രോത്സവത്തിനിടെയാണ് ഈ സംഭവം അരങ്ങേറുന്നത്. അടിയെന്ന് പറഞ്ഞാൽ സംഘികൾ തമ്മിൽ കൂട്ടയടി. പരസ്പരം കയ്യാം കളിയും അസഭ്യവർഷവും ഉണ്ടായതോടെ പോലീസ് ഇടപെടുകയും ഈ തമ്മിലടിച്ചു കൊണ്ടിരുന്ന സംഘികളെ രണ്ട് ഏരിയയിലേക്ക് പിടിച്ചു മാറ്റുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഒന്ന് ചിന്തിച്ചു നോക്കണേ, ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവമായാലും ശരി, ആ ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാരങ്ങളായാലും ശരി, എല്ലാം നടത്തുന്നത് ഈ സാധാരണക്കാരായ വിശ്വാസികളെ പിരിച്ചു തന്നെയാണ്. അല്ലെങ്കിൽ ഉത്സവ പീവെന്നുള്ള പേരിൽ വീട് വീടാന്തരം ഈ സംഘികൾ കയറി ഇറങ്ങി അവിടുത്തെ സാധാരണക്കാരുടെ വിയർപ്പിൻ്റെ ഒരു അംശം കൊണ്ടുപോയി തന്നെയാണ് ഈ ക്ഷേത്രങ്ങളിലേക്ക് ഉത്സവങ്ങൾ നടത്തുന്നത്. എന്നിട്ട് ഈ ഉത്സവങ്ങളെ ആസ്വദിക്കുവാൻ വരുന്ന ആ വിശ്വാസികളുടെ മുന്നിൽ കിടന്ന് കൂട്ടയടി കൂടുന്ന, ആ വിശ്വാസികളുടെ മണ്ട പോലും അടിച്ചു പൊട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് സംഘികൾ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ മുകളിലൊന്നും ചോദ്യങ്ങൾ ഉണ്ടാവാറില്ല. കാര്യം എന്താണ്? വിശ്വാസങ്ങളുടെ പുറത്ത് ആരും ചോദ്യങ്ങൾ ഉന്നയിക്കാറില്ല. പക്ഷേ സംഘികൾക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് എന്ത് തോന്നിയ വസവും കാണിക്കാം, ക്ഷേത്രത്തിൻ്റെ പുറത്ത് എന്ത് തോന്നിയ വസവും കാണിക്കാം. എന്ത് കാണിച്ചാലും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. എന്തായാലും ശരി, കഴിഞ്ഞ ദിവസം കോഴിക്കോട് എരിഞ്ഞപ്പാലത്തെ കൊയ്യേരി ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ ഈ സംഭവം ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാര്യം, സംഘികളെ വിശ്വസിച്ച് ക്ഷേത്ര ഉത്സവങ്ങളൊക്കെ നടത്തുവാൻ വേണ്ടി പിരിവൊക്കെ കൊടുക്കുന്ന വിശ്വാസികളില്ലേ, സത്യത്തിൽ ഈ വിശ്വാസികളെ പൊട്ടന്മാരാക്കുന്ന പരിപാടികളാണ് ഈ സംഘികളൊക്കെ ഒന്നടങ്കം ക്ഷേത്രോത്സവങ്ങളിൽ കാട്ടിക്കൂട്ടുന്നത്. സാധാരണക്കാരുടെ ജീവന് വിലയില്ലാതെ, അവൻ കൊടുക്കുന്ന അവൻ്റെ വിയർപ്പിൻ്റെ ഒരു അംശമായ കാശിന് വിലയില്ലാതെ, അവൻ്റെ വിശ്വാസങ്ങൾക്ക് വിലയില്ലാതെ ഇത്തരം ക്ഷേത്രങ്ങളെപ്പോലും ക്ഷേത്ര ആചാരങ്ങളെപ്പോലും കൂട്ടയടികളുണ്ടാക്കി നശിപ്പിക്കുന്ന സംഘികളെ ഈ നാട് തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.